വന്ദനെ, ഇപ്പൊ രണ്ടാളും എങ്ങോട്ടും പോകുന്നില്ല. ഇല്ല ജഗ, നിർബന്ധിക്കരുത്. ഞാനും എന്റെ മോളും പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനമെടുത്തു കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു സെക്കൻഡ്. ജ്യോത്സ്യൻ കരിഞ്ചാതകക്കാരെന്ന് വിധി എഴുതിയ തള്ളയും മോളെയും കാണുന്നില്ലല്ലോ. ആ പടിയിറക്കം കാണാനുള്ള കൊതിയില അപ്പച്ചി ഞാനും. എന്റെ മനസ്സ് നിറയുന്ന കാഴ്ചയാത്. എന്നേക്കുമായി പടിയിറങ്ങുന്നതല്ലേ, അപ്പൊ സമയം കാലവും നോക്കണ്ടേ? പറയുന്നതൊന്നും കേക്ക്. അവരെ ഈ വീടിനകത്ത് താമസിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ വേണ്ട. പറമ്പിൽ ഒരു കുടില് കെട്ടി അങ്ങോട്ട് മാറാനെങ്കിലും ഒന്ന് അനുവദിച്ചുകൂടെ? ഇത്ര പെട്ടെന്ന് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് അവരെങ്ങോട്ട് പോകാനോ? ഒരു മാനുഷിക പരിഗണനയെങ്കിലും കാണിച്ചുകൂടെ അവരോട്? നിർത്തടി. ദുഷ്ടക്കൂട്ടങ്ങളെ ഒന്നും എന്റെ കൺവട്ടത്ത് കണ്ടുപോകരുത്. ഏതെങ്കിലും നൊരവക്കുഴി കടന്ന് പട്ടിണി കടന്ന് ചാകട്ടെ. അതിന്റെ ആവശ്യം വരില്ലല്ലോ. അവള് വലിയ പാചക ശിരോമണിയല്ലേ. 5 സ്റ്റാറിലോ 7 സ്റ്റാറിലോ ഷെഫായിട്ട് പോയാലും ലക്ഷങ്ങളിൽ ശമ്പളം കിട്ടുമല്ലോ. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് എച്ചിൽ പാത്രം കഴുകുന്ന ജോലി പോലും കിട്ടില്ല. അതെ അതെ. ഇങ്ങനെ മൗനവ്രതം പൂണ്ടിരുന്നാലോ? സ്വന്തം ചോരയാ താലി കെട്ടിയ പെണ്ണിനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അതിനെ അനുവദിക്കല്ലേ? അവരോട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോവില്ലെന്നൊന്ന് പറയോ? ഇല്ല, എനിക്ക് വലുത് എന്റെ ജീവനാ. ആ നാശം പിടിച്ച ജന്മങ്ങള് ഇവിടുന്ന് പടിയിറങ്ങണം. അവരെ പടിയിറക്കി വിട്ടിട്ട് അവനിവിടെ നിന്നോട്ടെ. അങ്ങനെ ബുദ്ധിപൂർവം ചിന്തിക്കണം. അല്ല, നിനക്ക് വേറൊരു മകനുണ്ടല്ലോ, ജിതേന്ദ്രൻ. അവനെ വേണ്ട രീതി പരിഗണിച്ചാൽ അവൻ തങ്കമാടാ, തനി തങ്കം. പാർട്ടി
പാർട്ടിയുടെ യുവജന നേതാവായി ജിതേട്ടനെ തെരഞ്ഞെടുത്ത ആ പ്രസ്ഥാനം തന്നെ പുഷ്ടിപ്പെടും. ജഗൻ ഇപ്പൊ പാർട്ടി പ്രവർത്തനം നടത്താൻ സമയമില്ലല്ലോ. കണ്ടവന്റെ കൊച്ചിനെയും കളിപ്പിച്ച് വന്ദനയുടെ സാരിത്തുമ്പി പിടിച്ച് നടക്കയല്ലേ. എന്താ വന്ദനെ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇപ്പൊ ഇവിടുന്ന് ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അതെ, മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എല്ലാത്തിനും കൂടി വലിച്ചഴിച്ച് പുറത്തു കളയും ഞാൻ. ഇതാ എന്നെ കൊണ്ട് ചെയ്യിക്കണോ? ഏതോ ഒരു കള്ള ജോത്സ്യൻ പറഞ്ഞ കള്ളക്കഥയും കേട്ടുകൊണ്ട് വിവരക്കേട് കാണിക്കാൻ നിൽക്കരുത്. അതും അച്ഛനെ പോലെ ഒരാള്. ഇലക്ഷൻ അടുത്ത് വരിക. സ്വന്തം മകനെ തെരുവിൽ അടച്ചിറക്കിയ അച്ഛനാണെന്നുള്ള ദുഷ്പേര് പ്രതിപക്ഷം വിറ്റ് വോട്ടാക്കും. പിന്നീട് കഴിഞ്ഞ 5 വർഷം ഈ വീടിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞതുപോലെ ഒതുങ്ങി കഴിയേണ്ടി വരും. അതോടെ കരുണാകരക്കുറുപ്പിന്റെ മന്ത്രിയാവുന്നുള്ള മോഹം ഗോവിന്ദ. വന്ദനെ, ഞാൻ ഒരിടം വരെ പോവാ. ഞാൻ വരുന്നത് വരെ വന്ദനയും നീയും ഇവിടെ തന്നെ കാണണം. എല്ലാവരോടും കൂടി പറയാ, ഞാൻ പോയിട്ട് വരുന്നത് വരെ വന്ദനയ്ക്കും നീക്ക് എന്തെങ്കിലും സംഭവിച്ചാ ജഗന്റെ മറ്റൊരു മുഖം ഇവിടെ എല്ലാവരും കാണേണ്ടി വരും. ആരാ? മനസ്സിലായില്ല. ജാതകം നോക്കാനാണെങ്കിൽ ഇരിക്കൂ. എന്താണ് വേണ്ടത്? ജാതകം ഒന്ന് നോക്കി പറയണം. ആയിക്കോട്ടെ, ജാതകം എടുക്കൂ. ജാതകങ്ങളില്ല. ജനന സമയം പറഞ്ഞാലും മതി. അതുമില്ല. അങ്ങ് മഹാസിദ്ധനാണെന്നും ജാതകമോ ജനന സമയമൊന്നും ഇല്ലാതെ തന്നെ ചിലത് ജ്ഞാനദൃഷ്ടിയിൽ തന്നെ ചേരില്ലെന്ന് പ്രവചിക്കുന്ന അറിഞ്ഞിട്ട് വന്നതാ. കുഞ്ഞെ, എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാനല്ല, കൊല്ലാനാ പോകുന്നേ. കള്ള ജോത്സ്യം പറഞ്ഞ് നീയൊക്കെ എത്ര കുടുംബങ്ങളെ നശിപ്പിക്കുന്നേ. അയ്യോ, അരുത് കുഞ്ഞെ, എന്നെ ഉപദ്രവിക്കരുത്. ഒരബദ്ധം പറ്റിയതാ, എന്നോട് ക്ഷമിക്കണം. ഞാനെല്ലാം പറയാം. എങ്കിൽ പറയണോ? ജോത്സ്യൻ വന്ന് കവടി നിർത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് സ്വകാര്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. മാഡം പറഞ്ഞാട്ടെ. ജോത്സ്യൻ അവിടെ വന്ന എന്താണ് ചെയ്യാൻ പോകുന്നത്? കവടി നിരത്തി കുറുപ്പ് സാറിന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെയും ഗ്രഹനില പ്രകാരമുള്ള ഫലങ്ങൾ പറയും. അതാണല്ലോ പ്രശ്നം വെപ്പിന്റെ രീതി. എന്നാൽ ഗ്രഹനില പ്രകാരമുള്ള സത്യങ്ങൾ മാത്രം വിളിച്ചു പറയാനല്ല ജോത്സ്യനെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. ഗ്രഹനിലയുമായിട്ട് ഒട്ടും യോജിക്കാത്ത ചില അസത്യങ്ങളും വിളിച്ചു പറയണം.
കുടുംബത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ചില ദുരന്തങ്ങൾ ഉറപ്പായും സംഭവിക്കുമെന്ന് തറപ്പിച്ചു പറയണം. ആ കാര്യത്തിൽ കേൾക്കുന്നവർക്ക് വിശ്വാസം തോന്നുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കണം. മാഡം പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. കുറുപ്പിന്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന വന്ദനയും അവളുടെ വളർത്തുമോളും ആ വീട്ടിലുണ്ട്. രണ്ടാളും കടുത്ത ജാതകദോഷക്കാരാണെന്ന് ജ്യോത്സ്യൻ കബഡി നിരത്തി പറയണം. വന്ദന ശാപദോഷക്കാരിയാണെന്ന് നേരത്തെ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും അത് വിശ്വസിക്കും. വന്ദനയും ദിയയും ഒരു കാരണവശാലും കുറുപ്പിന്റെ വീട്ടിൽ കഴിയാൻ യോഗ്യതയുള്ളവരല്ലെന്ന് ഒരു ധാരണ സൃഷ്ടിക്കണം. എന്തു പറയുന്നു? ആരൂഢത്തിൽ തെളിയുകയാണെങ്കിൽ പറയാം. തെളിഞ്ഞില്ലെങ്കിലോ? ക്ഷമിക്കണം മാഡം, അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ദൈവിക സിദ്ധിയാ, എന്റെ അന്നം. അതിൽ കള്ളം ചേർക്കാൻ എനിക്കാകില്ല. എത്രയോ വർഷക്കാലമായി ജ്യോത്സ്യപ്പണി ചെയ്യുന്നയാളാ ഞാൻ. മഹാജ്യോത്സ്യനായ സുബ്രഹ്മണ്യസ്വാമികളാണ് എന്റെ പിതാവും ഗുരുവും ഉപാസനാമൂർത്തിയും. നാളിതുവരെ കള്ളം പറഞ്ഞ് കാശ് വാങ്ങിയ ചരിത്രമില്ല. സർവേശ്വരൻ പട്ടിണിയില്ലാതെ കാക്കുന്നു. നിത്യവൃത്തിക്കുള്ള കാശ് മുടങ്ങാതെ കിട്ടുന്നുണ്ട്. അത് മതി എനിക്ക്. അപ്പോ ജ്യോത്സ്യൻ അങ്ങോട്ട് വരുന്നില്ലേ? ഇല്ല, സത്യവിരോധം പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇതാണ് കുഞ്ഞെ സംഭവിച്ചത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. എന്നോട് കുഞ്ഞ് പൊറുക്കണം. എടോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്തും ജനങ്ങൾ തന്നെ പോലെയുള്ളവർ വിശ്വസിക്കുന്നത് ഇതൊരു ശാസ്ത്രമായതുകൊണ്ടാ. അറിയാം കുഞ്ഞെ, ഇനി ഇങ്ങനെ നിർത്തടോ. ജനങ്ങളുടെ വിശ്വാസമാണ് തന്റെ അന്നം. ആ വിശ്വാസം തകർന്നാൽ എല്ലാം തീർന്നു. ക്ഷമിക്കണം. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഞാൻ. ചെയ്യരുത്. ചെയ്താ പിന്നെ ഇവിടെ ഇരുന്ന് കവടി നിർത്താൻ താൻ ഉണ്ടാവില്ല. എടോ, മനസ്സ് ദൈവത്തിൽ അർപ്പിച്ച് ചെയ്യുന്ന മഹനീയ കർമ്മമാണ് ജ്യോതിഷം. അതിനെ വെറും വിൽപ്പന ചരക്കാക്കരുത്. താനേ ഇപ്പൊ എന്റെ കൂടെ വരണം. കുഞ്ഞെ, ഇനി എന്നെ ഉപദ്രവിക്കല്ലേ. എണീക്കടോ, എണീക്കാൻ. വാ എന്റെ കൂടെ. കുഞ്ഞെ, വാടോ. വാടോ ഇങ്ങോട്ട്. വാടോ ഇങ്ങോട്ട്. അമ്മേ, അച്ഛാ, അപ്പച്ചി, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടാ? എന്തിനാടാ ജോൺസിനെ വീണ്ടും വിളിച്ചു വരുത്തിയത്? പറയാം. വന്ദനം കൂടി വരട്ടെ. വന്ദനയും വന്നല്ലോ. ഏതായാലും വെറുതെ വിളിച്ചു വരുത്തിയൊന്നുമല്ല. വന്ന കാര്യം ജ്യോത്സ്യൻ തന്നെ പറയും. പറയണം ജ്യോത്സ്യരെ. അത് സാറേ, ഇവിടുത്തെ മരുമകൾ വന്ദനയും മകളെയും കുറിച്ച് ഞാൻ കവടി നോക്കി പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. എല്ലാം അസത്യം. കുറുപ്പ് സാറിന് അപമൃത്യു സംഭവിക്കാൻ പറ്റുന്ന ഒരു ദോഷവും ദിയമോളുടെ ജാതകത്തിലും ഇല്ലായിരുന്നു. പിന്നെന്തിനാടോ കള്ളം പറഞ്ഞത്?
ഊച്ചേട്ടില്ലേ? പിന്നെന്തിനാ കള്ളം പറഞ്ഞെന്ന്? ഈ നിൽക്കുന്ന ആനന്ദവല്ലി മാഡം പറഞ്ഞിട്ടാ. ഇന്ന് രാവിലെ മാഡം എന്നെ കാണാൻ വന്നിരുന്നു. വലിയൊരു സംഖ്യയായിട്ടാ വന്നത്. ചേച്ചി അപ്പോ ജോത്സ്യൻ അങ്ങോട്ട് വരുന്നില്ലേ? ഇല്ല, സത്യവിരോധം പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ജോത്സ്യൻ വരും, ഇല്ലെങ്കിൽ ഈ ആനന്ദവല്ലി വരുത്തിക്കും. എന്താ ഇത്? ഇതൊന്നും എനിക്ക് വേണ്ട. ജോത്സ്യനെ, പണമാണ് ലക്ഷ്മി ദേവി. പണം എണ്ണി നോക്കുന്നതിന് മുമ്പ് വേണ്ടാന്ന് പറയരുത്. എണ്ണി നോക്കിയ ശേഷം വേണോന്ന് പറയണം. ഇന്നത്തെ കാലത്ത് തല ഉയർത്തിപ്പിടിക്കാനുള്ള ഒരേ ഒരു മാർഗം. എല്ലാവരും ഉറക്കത്തിലായിരുന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. ഞാനിവിടെ വന്നതും പറഞ്ഞതുമൊക്കെ പരമരഹസ്യമായിരിക്കണം. മാഡം, അപ്പോഴേ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ ജോത്സ്യൻ വന്നിരിക്കണം. ആരൂഢം വെച്ചിരിക്കണം. ആ തുക എന്നെ അടിച്ചേൽപ്പിച്ച് എന്നെ കൊണ്ട് കള്ളം. മാറ്. എന്നോട് ക്ഷമിക്കണം സാറേ. എന്റെ അച്ഛൻ പവിത്രമായി കൊണ്ട് നടന്ന ദൈവീകമായൊരു സിദ്ധിയെ ഞാൻ നശിപ്പിച്ചു. ഒരിക്കലും മാപ്പർഹിക്കാത്തൊരു കർമ്മം. മേലിൽ മറ്റങ്ങ് ഇത്ര നെറുകേട് കാണിച്ചേക്കരുത്. ഇറങ്ങി പോടോ. ചേച്ചി നിന്നേ. നിരപരാധികളുടെ ജീവിതം തല്ലി തകർത്ത് സന്തോഷിക്കുന്നത് ആര് കാണിച്ചാലും അതൊരുതരം മാനസിക രോഗമാണ്. എത്രയും പെട്ടെന്ന് ചികിത്സ വേണ്ട രോഗം. നല്ല തല്ലുകൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. മന്ത്രവാദിയെ കൊണ്ടുവന്ന് പുറമടിച്ച് പൊളിക്കണം. അത് അപ്പച്ചി ജോത്സ്യം കള്ളം പറഞ്ഞാണെങ്കിലോ?
ചുമ്മാതല്ലേ നീ ഒരു കുഞ്ഞിന് പോലും ജന്മം കൊടുക്കാത്തത്. മനസ്സ് നന്നാവണം മോളെ. അമ്മേ, വന്ദനയും തീമോളയും ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനല്ലേ ഇത്രയും നാടൻ കളിച്ചത്. ഇനി ഞങ്ങളോട് നിൽക്കുന്നില്ല.